നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ നാളെ അർജൻറ്റീന ഇറങ്ങുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ, ബുധനാഴ്ച പുലർച്ചെ 6:30 ആ കളി നടക്കുന്നത്. അർജൻറ്റീനയുടെ കോച്ചിങ് സ്റ്റാഫിൽ ആരൊക്കെയുണ്ട് ഇത്തവണത്തെ വേൾഡ് കപ്പിന്, അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ലയണൽ സ്കലോനിയുടെ സപ്പോർട്ട് സ്റ്റാഫ്, ടെക്നിക്കൽ സ്റ്റാഫ് ആരൊക്കെയാണ്. ബിഹൈൻഡ് ദി സീനിൽ നമ്മളിങ്ങനെ സ്കലോനിയെക്കുറിച്ചാണല്ലോ അധികം പറയാറുള്ളത്, ബാക്കിയുള്ളവരെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നുണ്ടാവും. എന്നാലും ഇത്തവണ ആരൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും പാബ്ലോ ഐമർ ഉണ്ട്, റോബർട്ടോ അയാള ഉണ്ട്, വാൾട്ടർ സാമുവൽ ഉണ്ട്, മാർട്ടിൻ ടൊക്കല്ലി ഉണ്ട്, അതുപോലെ തന്നെ ലൂയിസ് മാർട്ടിൻ ഉണ്ട്. ഇവരുടെയൊക്കെ റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ആൾ തീർച്ചയായിട്ടും പാബ്ലോ ഐമറാണ്. നമുക്കറിയാലോ, അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്, പാബ്ലോ ഐമറും സ്കലോനിയും ചേർന്നിട്ടാണ് അന്ന് അർജൻറ്റീനയുടെ കോച്ചിങ് ജോബ് ഏറ്റെടുക്കുന്നത് 2018 സാമ്പോളിയെ പുറത്താക്കിയതിന് പിന്നാലെ. ഏതായാലും അണ്ടർ 17 ടീമിനെയൊക്കെ അടക്കം പരിശീലിപ്പിച്ചു. യൂത്ത് ടീമിൻ്റെ കോച്ചൊക്കെ ആയിരുന്നു. ഇതിൽ സ്കലോനിയുടെ വലങ്കൈ എന്ന് പറയാവുന്ന ആളാണ് പാബ്ലോ ഐമർ. ഒരു ഘട്ടത്തിൽ ലയണൽ മെസ്സിയുടെ ചൈൽഡ്ഹുഡ് ഐഡോളൊക്കെ ആയിരുന്നു. ഏതായാലും സ്കലോനിയുടെ മാനേജിങ് ടീമിനോടൊപ്പം 2018 മുതൽ അദ്ദേഹം ഉണ്ട്. പിന്നെ വാൾട്ടർ സാമുവൽ, എല്ലാം അർജൻറ്റീനയുടെ മുൻ താരങ്ങളാണ്. വാൾട്ടർ സാമുവൽ ഫീൽഡ് അസിസ്റ്റൻ്റാണ്. ബൊക്ക ജൂനിയേഴ്സിനും ഇൻ്റർ മിലാനും ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന താരം. അതുപോലെ തന്നെ അദ്ദേഹം അസിസ്റ്റൻ്റ് കോച്ചായിട്ട് നേരത്തെ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുമുണ്ട്. ഐമറെ പോലെയല്ല, കുറച്ചുകൂടി മാച്ച് ഡേയിൽ കൂടുതൽ ഇൻവോൾവ് ആവുന്ന ആളാണ് വാൾട്ടർ സാമുവൽ. സബ്സ്റ്റിറ്റ്യൂഷൻ്റെ സമയത്തും മറ്റുമൊക്കെ സ്കലോനി പലപ്പോഴും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് വാൾട്ടർ സാമുവലിനോടാണ്. അടുത്തയാൾ റോബർട്ടോ അയാളയാണ്. റോബർട്ടോ അയാള ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന റോളിൽ തന്നെയാണുള്ളത്. മുൻ അർജൻറ്റീൻ താരമാണല്ലോ, നിങ്ങൾക്കറിയാവുന്ന ആളാണ്. വേൾഡ് കപ്പ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം നേരത്തെ റേസിംഗിൽ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് വലൻസിയയിലുണ്ടായിരുന്നു. യൂഷ്വലി ഈ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസുകളിൽ ചിലപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കാണാറുണ്ട്, റോബർട്ടോ അയാളയെ. പിന്നെ ഹ്യൂഗോ ടൊക്കല്ലിയുടെ മകൻ മാർട്ടിൻ ടൊക്കല്ലി ഗോൾ കീപ്പിംഗ് കോച്ചായിട്ട് ടീമിനോടൊപ്പമുണ്ട്. ഏറെ നാളായിട്ട് അദ്ദേഹം ഈ സ്ക്വാഡിനോടൊപ്പം തന്നെയുണ്ട്. പിന്നുള്ളത് മാറ്റിയസ് മന്നയാണ്, വീഡിയോ അനലിസ്റ്റായിട്ട്. ദേശീയ ടീമിൽ അദ്ദേഹം അനലിസ്റ്റായിട്ട് കുറച്ചധികം കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടീമിനോടൊപ്പം സാമ്പോളിയുടെ കാലഘട്ടത്തിൽ ജോയിൻ ചെയ്തതാണ്. പിന്നെ സാമ്പോളി പുറത്തായ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചതായിരുന്നു. പക്ഷേ 2019 സ്കലോനിയുടെ ടീമിലേക്ക് അദ്ദേഹം തിരികെ എത്തുകയായിരുന്നു, മാറ്റിയസ് മന്ന. അടുത്തത് ലൂയിസ് മാർട്ടിനാണ്, ഫിസിക്കൽ ട്രെയിനറാണ്. ടീമിൻ്റെ ഫിസിക്കൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. 2018 മുതൽ അദ്ദേഹം കോച്ചിനോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതാണ് അർജൻറ്റീനയുടെ ടെക്നിക്കൽ സ്റ്റാഫ്. ലയണൽ സ്കലോനിയുടെ ഇടത്തും വലത്തുമായിട്ട് ഇവരാണ് അർജൻറ്റീന ടീമിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.